നമസ്കാരം. ഇന്ന് നമ്മൾ തെർമോകെമിസ്ട്രി, റിഡോക്സ്, സോളിഡ് സ്റ്റേറ്റ് ഈ 3 ലെസൺസിലെ ന്യൂമറിക്കൽ ആയിട്ടുള്ള MCQs ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് AL2O3 and CR2O3 are negative 1596 kilojoules and negative 1134 kilojoules respectively. The enthalpy change delta H for the reaction 2Al plus CR2O3 giving 2Cr plus Al2O3 is. അപ്പം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻസ് തന്നിട്ടുണ്ട് AL2O3യുടെയും CR2O3യുടെയും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് AL2O3 ആൻഡ് CR2O3 ഇൻ റിയാക്ഷൻ മോഡ്. നമ്മൾ ആ കെമിക്കൽ റിയാക്ഷൻ ഇക്വേഷൻ രൂപത്തിൽ എഴുതുകയാണ് വേണ്ടത്. ഹെസ്സസ് ലോ അനുസരിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണിത്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം AL2O3യുടെ ഫോർമേഷൻ അല്ലേ, ഒരു മോൾ AL2O3യുടെ ഫോർമേഷൻ ഫ്രം ഇറ്റ്സ് കോൺസ്റ്റുവൻ്റ് എലമെൻറ്റ്സ്, അതായത് അലൂമിനിയം അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ, ഓക്സിജൻ അതിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റിൽ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ബാലൻസ് ചെയ്യണം. 2Al ഇവിടെ 3/2O2, കാരണം AL2O3 ഒരു മോളെ ഉണ്ടാവാൻ പാടുള്ളൂ, എന്നാലാണ് അത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആവുള്ളൂ. അപ്പോൾ ഡെൽറ്റ H ഫോർമേഷൻ ഇസ് negative 1596 kilojoules. അതുപോലെ ക്രോമിയത്തിൻ്റെ ഫോർമേഷൻ ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. 2Cr solid plus 3/2O2 gas giving Cr2O3 solid. Delta HF is equal to negative 1134 kilojoules. ഇനി നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് 2Al plus Cr2O3 giving 2Cr plus Al2O3. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് 2 ഇക്വേഷൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. 1 and 2, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. അത് രണ്ടും നോക്കിയിട്ട് കമ്പയർ ചെയ്യാം. നമുക്ക് ഗിവൻ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ അലൂമിനിയം ഇസ് പ്രസൻറ്റ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്, റിയാക്ടൻറ്റ് സൈഡിലാണ്. ഗിവൻ ഇക്വേഷനിലും അലൂമിനിയം ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് തൽക്കാലം അങ്ങനെ തന്നെ വെക്കാം. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കും. അവിടെ Cr2O3 റൈറ്റ് സൈഡിലാണ്, പക്ഷെ നമ്മുടെ ഗിവൻ ഇക്വേഷനിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഇക്വേഷനിൽ Cr2O3 ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് ഇക്വേഷൻ റിവേഴ്സ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ റിവേഴ്സ് ചെയ്ത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻ, ഈ ഗിവൻ ഇക്വേഷൻ നമുക്ക് കിട്ടും. നോക്കാം നമുക്ക്. സോ വി ആർ ഗോയിങ് ടു റൈറ്റ് ദി ഫസ്റ്റ് ഇക്വേഷൻ ആസ് സച്ച് Al plus 3/2O2 giving Al2O3. എൻതാൽപ്പി എഴുതണം. ഡെൽറ്റ H is equal to minus 1596. ഇനി സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്ത് എഴുതാണ്. Cr2O3 ഇവിടെ ഇതൊക്കെ എഴുതണം കേട്ടോ, എന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ. സോളിഡ് 2Cr പ്ലസ് 3/2O2 ഗ്യാസ്. ഡെൽറ്റ H is equal to പ്ലസ്, മൈനസ് ആയിരുന്നത് പ്ലസ് ആവും, 1134 kilojoules. ഇനി നമ്മളിത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി അല്ലേ. 2Al എഴുതി, 3/2O2 3/2O2 ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും കോമൺ ആയിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പ്ലസ് Cr2O3 solid giving Al2O3 solid plus 2Cr solid. ഇനി ആ എൻതാൽപ്പി ചേഞ്ചസ് ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഡെൽറ്റ H is equal to minus 462 kilojoules എന്ന് കിട്ടും. ഇനി നമ്മുടെ ആൻസറിൽ എന്താണെന്ന് നോക്കാം, ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. So here we have the options. B ആണല്ലേ, 462, negative 462 kilojoules. This is the option. Next question,
The species which by definition has 0 standard molar enthalpy of formation at 298 Kelvin. Standard enthalpy of formation 0 ആയിട്ടുള്ളത് at 298 Kelvin. എലമെൻസിനാണ് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ബ്രോമിൻ ഗ്യാസ്, ക്ലോറിൻ ഗ്യാസ്, വാട്ടർ, മീത്തേൻ. അപ്പോൾ ആ സിയും ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം, കാരണം സിയും ഡിയും കോമ്പൗണ്ട്സ് ആണ്. ഇനി എയും ബിയും രണ്ടും എലമെൻസ് ആണ്. പക്ഷേ ബ്രോമിൻ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യണം, കാരണം ബ്രോമിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് എന്താണ്? നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലും പ്രഷറിലും ബ്രോമിൻ എക്സിസ്റ്റ് ആസ് എ ലിക്വിഡ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് ബ്രോമിൻ ഗ്യാസ് ആയിട്ടാണ്. അപ്പോൾ ബ്രോമിൻ ഗ്യാസിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വിൽ നോട്ട് ബി 0. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ബി ആണ്. ക്ലോറിൻ ഗ്യാസ് എൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ തന്നെയാണ്. നോർമൽ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് 298 Kelvin ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് 0. ഓക്കെ, അടുത്ത ചോദ്യം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് മീത്തേൻ ഇസ് -890 kilojoules per mole and standard enthalpy of vaporization of water is 40.5 kilojoules per mole. The enthalpy change of the reaction methane gas plus oxygen gas giving carbon dioxide and water. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗിവൻ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഹെസ്സസ് ലോ ബേസ് ചെയ്തിട്ട് തന്നെയുള്ള ചോദ്യമാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റ്യൻ ആൻഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. മീത്തേൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റ്യൻ, വാട്ടറിൻ്റെ വേപ്പറൈസേഷൻ, ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡേറ്റ നമ്മൾ ഇക്വേഷൻ രൂപത്തിലേക്ക് ആക്കണം. അപ്പോൾ നമുക്കത് ആദ്യം ചെയ്യാം. മീത്തേൻ കമ്പസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീത്തേൻ gas, 1 mole of methane gas is reacting with or burning in presence of oxygen to form carbon dioxide and water. Combustion ആയതുകൊണ്ട് liquid state carbon dioxide gaseous സ്റ്റേറ്റിലും H2O liquid സ്റ്റേറ്റിലും delta H is equal to -890. ഇനി H2O ലിക്വിഡ് H2O ഗ്യാസ് ആകുന്നതിൻ്റെ എൻതാൽപ്പി ചേഞ്ചാണ് നമുക്ക് തന്നത്. ഡെൽറ്റ H is equal to 40.5. അപ്പോൾ ഇത് ഇക്വേഷൻ 1 എന്നും ഇത് ഇക്വേഷൻ 2 എന്നും നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്കൊരു ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഉണ്ടായിരുന്നു. So that is CH4 plus ഇവിടെ ഒരു ബാലൻസിങ്ങിൻ്റെ വിഷയമുണ്ട്. ഈ മീത്തേൻ മാത്രം ഒരു മോള് ഉണ്ടാവാൻ പാടുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യണം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. സോ ദി ഗിവൻ ഇക്വേഷൻ വാസ്, നോക്കട്ടെ കേട്ടോ, വാട്ട് വാസ് ദി ഗിവൻ ഇക്വേഷൻ? CH4 gas plus 2O2 gas giving CO2 gas plus H2O gas. H2O gaseous സ്റ്റേറ്റിലാണ്, അതാണ് വ്യത്യാസം. അപ്പോൾ ആ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഫസ്റ്റും സെക്കൻഡ് ഇക്വേഷനും ഗിവൻ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ഓൾമോസ്റ്റ് സിമിലർ അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദി ഗിവൻ ഇക്വേഷൻ. അതുകൊണ്ട് വ്യത്യാസം എന്ത് മാത്രമാണ്? H2O ലിക്വിഡാണ് ഫസ്റ്റ് ഇക്വേഷനിലുള്ളത്. നമ്മുടെ ഗിവൻ ഇക്വേഷനിൽ H2O ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ അത് മാത്രമല്ല, ഇക്വേഷൻ ഇസ് നോട്ട് ബാലൻസ്ഡ്, isn't it? ഇക്വേഷൻ ഇസ് നോട്ട് ബാലൻസ്ഡ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. 2H2O എന്നാക്കാം, കാരണം അത് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് വിചാരിക്കാം. നൗ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു കാര്യം, നമുക്ക് ഈ H2O ഗ്യാസ് എന്നുള്ളത്
കളഞ്ഞിട്ട് അവിടെ H2O ലിക്വിഡ് എന്നുള്ളത് വരുത്തണമല്ലോ. ഫോർ ദാറ്റ് യു ഷുഡ് ക്യാൻസൽ ഔട്ട് 2 H2O ഗ്യാസ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ H2O ലിക്വിഡ് ടു H2O ഗ്യാസ് എന്നുള്ള ആ ഇക്വേഷനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എൻതാൽപ്പി ചേഞ്ചിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Now you can add 1 and 2. ഇനി 1 and 2 ആഡ് ചെയ്ത് നോക്കാം നമുക്ക്. CH4 ഗ്യാസ്, 2O2 ഗ്യാസ്, 2H2O ലിക്വിഡ് ലെഫ്റ്റ് സൈഡിൽ, 2H2O ലിക്വിഡ് റൈറ്റ് സൈഡിൽ, അത് രണ്ടും ക്യാൻസലായിപ്പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം, ഡെൽറ്റ ഹെച്ചിൻ്റെ വാല്യൂ, അപ്പോൾ ആ സെക്കൻഡ് ഇക്വേഷനിൽ ഡെൽറ്റ ഹെച്ചിൻ്റെ വാല്യൂ 40.5 into 2, ദറ്റ് മീൻസ് 81 കിലോ ജൂൾസ് അല്ലേ. ആ 81 കിലോ ജൂൾസ് -890 എന്ന് നമ്മൾ കുറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുക. -890 + 81, you will get it as 809 കിലോ ജൂൾസ്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓപ്ഷനിൽ 809 ഉണ്ടോ? ഓപ്ഷൻ സി ആണ് ആൻസർ, 809 കിലോ ജൂൾസ് പെർ മോൾ. What is the normal boiling point of mercury? Given enthalpy of formation of mercury liquid 0. Entropy mercury liquid 77.4 joules per Kelvin per mole. Enthalpy of formation of mercury in the gaseous state 60.8 kilojoules per mole. Entropy for mercury gaseous state is 174.4 joules per Kelvin per mole. നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് മെർക്കുറി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കിപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷനും എൻതാൽപ്പി ചേഞ്ചും എൻട്രോപ്പി ചേഞ്ചും കണ്ടുപിടിക്കാവുന്ന രീതിയിലാണ് ഡാറ്റാസ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡെൽറ്റ S0 നമുക്ക് കണ്ടുപിടിക്കാം, ഡെൽറ്റ HF0 നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇതിനെ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ടെമ്പറേച്ചറും കൂടെ വരുന്ന അവസ്ഥ ഏതാണ്? ഇക്വേഷൻ ഏതാണ്? ഗിബ്സ് ഹെൽംഹോൾട്സ് ഇക്വേഷൻ അല്ലേ. ഡെൽറ്റ G0 = ഡെൽറ്റ H - T ഡെൽറ്റ S. ആ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഇവിടെ ബോയിലിംഗ് പോയിൻ്റ് അല്ലേ. ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ G will be equal to 0, കാരണം ഇക്വിലിബ്രിയത്തിലാണല്ലോ. സോ ഡെൽറ്റ G will be equal to 0. ഫേസ് ഇക്വിലിബ്രിയം ആണിത്, ഫേസ് ട്രാൻസ്ഫോർമേഷനിലുള്ള ഇക്വിലിബ്രിയം. ലിക്വിഡ് സ്റ്റേറ്റ് ചേഞ്ചിങ് ടു ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു ഇത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. നമുക്കപ്പോൾ അത് എടുക്കാം. അപ്പോൾ ഡെൽറ്റ H ചേഞ്ച് നമുക്ക് ആദ്യം നോക്കാം. ലിക്വിഡ് ടു ഗ്യാസ് അല്ലേ. അപ്പോൾ ലിക്വിഡ് ടു ഗ്യാസ് എന്ന് പറയുമ്പോൾ 60.8 - 0 = 60.8 കിലോ ജൂൾസ് പെർ മോൾ അല്ലേ. ഇനി ഡെൽറ്റ എസ് എന്ന് പറയുമ്പോൾ ഇതാ ഗേഷ്യസ് സ്റ്റേറ്റിലത് 174.4 ജൂൾസ് പെർ കെൽവിൻ ആണേ. അത് ശ്രദ്ധിക്കണം, ജൂൾസ് പെർ കെൽവിൻ പെർ മോൾ മൈനസ് ലിക്വിഡ് സ്റ്റേറ്റിൽ ഇറ്റ് ഇസ് 77.4 joules per Kelvin per mole. So that is equal to 97 ആണ് നമുക്ക് ജൂൾസ് പെർ കെൽവിൻ പെർ മോൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ജൂൾസ് പെർ കെൽവിൻ എന്നുള്ളത് ഡെൽറ്റ H കിലോ ജൂൾസിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് കിലോ ജൂൾസിനെ ജൂൾസിലേക്ക് മാറണം, അല്ലെങ്കിൽ ജൂൾസിനെ കിലോ ജൂൾസിലേക്ക് മാറ്റണം. സോ വിൽ ഡു ദാറ്റ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ G is equal to 0 is equal to delta H minus T delta S. അപ്പോൾ ഡെൽറ്റ H is equal to T delta S എന്ന് കിട്ടും. അപ്പോൾ T is equal to delta H by delta S. So this is what we are going to do. അപ്പോൾ അതായത് ഡെൽറ്റ H നമുക്ക് 60.8 അല്ല, 60.8 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് എത്രയാണ്? 97 by 1000 ചെയ്യണം.
നമ്മൾ മുകളിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. So what will be the answer? Just check it out. Got it as 626.8 Kelvin. Miss calculate ചെയ്തിട്ടുണ്ട്. Option B, 626.8 Kelvin. Which of the following substances acts as an oxidizing as well as a reducing agent? ഈ തന്നിരിക്കുന്ന 4 കോമ്പൗണ്ട്സിൽ ഏതാണ് ഓക്സിഡൈസിങ്ങും റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ചോദ്യം. റിഡോക്സ് എന്ന ലെസണിൽ നിന്നാണ്. അപ്പോൾ ഇത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം ഓരോ കോമ്പൗണ്ടിനെയും. Na2O, SnCl2, Na2O2, NaNO2. ഇതിൽ ആദ്യത്തെ 3 ആൾക്കാർ, അവരിൽ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് സോഡിയം ആൻഡ് ടിൻ അല്ലേ. സോഡിയം അതിന് +1 എന്ന ഒറ്റ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി SnCl2ൽ ടിന്നിന് +2 ആകാം +4 ആകാം. അപ്പോൾ അതിൻ്റെ ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +2 എന്നുള്ളത്, isn't it? അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത്, അതായത് ഒന്നെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് സെൻട്രൽ ആറ്റം എങ്കിൽ ഇറ്റ് ക്യാൻ ആക്ട് ഓൺലി ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ് ഓർ ആസ് എ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഏതെങ്കിലും ഒന്നേ പറ്റൂ, രണ്ടും കൂടെ പറ്റില്ല. അപ്പോൾ Na2O, SnCl2 ആൻഡ് Na2O2 ഇവരിൽ 3 പേരിലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നെങ്കിൽ ലോവസ്റ്റ് ആണ് അല്ലെങ്കിൽ ഹയസ്റ്റ് ആണ്, isn't it? പക്ഷേ NaNO2ൽ നൈട്രജൻ എന്ന ഒരു എലമെൻറ്റും കൂടി ഉണ്ട് അല്ലേ. നൈട്രജന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ -3 ആണ്, ഹയസ്റ്റ് ആയിട്ട് +5 ആണ് N2O5 എന്നുള്ള കോമ്പൗണ്ടിൽ. പക്ഷേ ഈ കോമ്പൗണ്ടിൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. Na+1, ഓക്സിജൻ -2 × 2 4. അപ്പോൾ -4ഉം +1ഉം ബാക്കിയുള്ളത് +3 ആണ്. നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അത് ഏറ്റവും ലോവസ്റ്റും അല്ല ഹയസ്റ്റും അല്ല, അതിൻ്റെ ഇടയിലാണ്. അതിന് സാധിക്കാവുന്ന ലോവസ്റ്റും ഹയസ്റ്റിൻ്റെയും ഇടയിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സോ ഇറ്റ് ക്യാൻ ഐദർ ആക്ട് ആസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓർ എ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ആളെ കണ്ടുപിടിക്കേണ്ടത്. Okay, so the option is D. Given Fe3+ to Fe2+ A0 is plus 0.77 volt, Al3+ plus 3 electrons giving Al, E0 is negative 1.66 volt, Br2 to Br minus, A0 is plus 1.09 volt. Considering the electrode potentials, which of the following represents the correct order of reducing power? ഇത് പലർക്കും കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് ടീച്ചർ ഈ ക്വസ്റ്റ്യൻ പിക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് Fe3+ റെഡ്യൂസ്ഡ് ആകുന്നു, Fe2+ ആയിട്ട് റെഡ്യൂസ്ഡ് ആകുമ്പോഴുള്ള E0 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അലൂമിനിയത്തിന് സിമിലർലി Al3+ൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, Br2ൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ് ആണ് തന്നിരിക്കുന്നത്. ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ് കേട്ടോ. അപ്പോൾ ഇവിടെ ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാല്യൂ ഉള്ളത് ആർക്കാണ്? Al3+ ടു Al ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ് ഇസ് negative 1.66 volt. അപ്പോൾ അതായത് അത് റെഡ്യൂസ്ഡ് ആകുമ്പോൾ ഇഫ് Al3+ is getting reduced to aluminum, the reduction potential is negative 1.66 volt. അപ്പം അത് റെഡ്യൂസ്ഡ് ആകാനുള്ള ടെൻഡൻസി കുറവാണെന്നാണ് അർത്ഥം, is negative. That means its tendency is to get oxidized. Alന് Al3+ ആയിട്ട് ഓക്സിഡൈസ്ഡ് ആകാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. മനസ്സിലായോ? അപ്പോൾ അത് ഓക്സിഡൈസ്ഡ് ആവുമ്പോൾ അത് മറ്റൊരാളെ റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും, isn't it? ഇപ്പം അലൂമിനിയം റിഡോക്സ് കപ്പിൾ, ഇപ്പം അലൂമിനിയം Al3+ ആകാൻ, ദാറ്റ് ഇസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ഓക്സിഡൈസ്ഡ് ആകുമ്പോൾ ഈ E0 എന്നുള്ളത് എന്താവും? പോസിറ്റീവ് ആവും അല്ലേ, +1.66 വോൾട്ട്. കാരണം ടെൻഡൻസി ടു ഗെറ്റ് നേരെ തിരിച്ചുള്ള റിയാക്ഷന് negative 1.66 വോൾട്ട് ആയിരുന്നു, അതായത് ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ്. ബട്ട് ദിസ് ഇസ് ദി ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ്. ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ് ആകുമ്പോൾ അത് പോസിറ്റീവായി. നമുക്ക് എന്താണ് ചോദ്യം? റെഡ്യൂസിങ് പവർ. ഈ തന്നിരിക്കുന്ന സ്പീഷീസിൻ്റെയൊക്കെ റെഡ്യൂസിങ് പവറാണ് നമ്മൾ
ഓർഡറാണ് നമ്മൾ പറയേണ്ടത്. അപ്പം അലൂമിനിയത്തിനാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ റെഡ്യൂസിങ് പവർ ഉണ്ടാവുക. ബിക്കോസ് ഇറ്റ്സ് ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ് ഇസ് ദി ലോവസ്റ്റ്. സ്വയം റെഡ്യൂസ്ഡ് ആകാനുള്ള ടെൻഡൻസിയാണ് ഏറ്റവും കുറവ്, കാരണം നെഗറ്റീവ് വാല്യൂ അല്ലേ അതിന്. അപ്പം അത് ഓക്സിഡൈസ്ഡ് ആകുമ്പോൾ അത് മറ്റൊരാളെ റെഡ്യൂസ്ഡ് ആക്കാനുള്ള ടെൻഡൻസി അതിന് കൂടും, റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഇനി അടുത്ത 2 സ്പീഷീസ് നോക്കൂ, Fe2+ Br- ഒക്കെ നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാം റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് തിരിച്ച് ചിന്തിക്കാം, Fe2+ Fe3+ ആവുക ഇസ് ഓക്സിഡേഷൻ അല്ലേ. അത് ഓക്സിഡൈസ്ഡ് ആകുമ്പോഴാണ് മറ്റൊരാളെ അത് റെഡ്യൂസ് ചെയ്യുന്നത് ഇല്ലേ. റെഡ്യൂസിങ് പവർ അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പം Fe2+ Fe3+ ആവുമ്പോൾ അതിൻ്റെ E0 വാല്യൂ നേരെ നെഗറ്റീവ് ആവും, -0.77. സോ ടെൻഡൻസി ടു റെഡ്യൂസ് സംബഡി എൽസ്. ഇത് ഓക്സിഡൈസ്ഡ് ആവുമ്പോഴാണ് മറ്റൊരാൾ റെഡ്യൂസ്ഡ് ആവുന്നത്, ഇസിൻ്റെ. അപ്പോൾ അത് നെഗറ്റീവാണ്. അപ്പോൾ അലുമിനിയത്തേക്കാൾ കുറവാണ് Fe2+. ഇനി നമുക്ക് ബ്രോമിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ ബ്രോമിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ബ്രോമിൻ ഓക്സിഡൈസ്ഡ് ആകുമ്പോഴാണ് അത് മറ്റൊരാളെ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രോമിൻ to Br- ചേഞ്ചിങ് ടു Br2 സോളിഡ്, E0 എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബിക്കം -1.09 വോൾട്ട്. അപ്പോൾ അത് അയണിനേക്കാളും കൂടെ കുറഞ്ഞു. അപ്പോൾ ദി ആക്ച്വൽ ഓർഡർ ഇസ്, ആർക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ റെഡ്യൂസിങ് പവർ? അലൂമിനിയം ഹാസ് ഗോട്ട് ദി more reducing power. So we will write aluminium greater than Fe2+ greater than Br-. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ടോ നോക്കൂ. അലൂമിനിയം ഗ്രേറ്റർ പിന്നെ Fe2+, ഇവിടെ ബി, ഈ ഓപ്ഷൻ ബിയിൽ തിരിച്ചെഴുതിയിരിക്കുന്നത് കറക്റ്റ് ഓർഡർ, റെഡ്യൂസിങ് പവറിൻ്റെ ഓർഡർ അലൂമിനിയത്തിന് കൂടുതൽ, പിന്നെ Fe2+, പിന്നെ Br-. ഓക്കെ, നമ്മൾ എഴുതിയതിന് നേരെ തിരിച്ചാണെന്ന് മാത്രം. ബട്ട് ദി ഓർഡർ ഇസ് കറക്റ്റ്. റെഡ്യൂസിങ് പവർ ഇൻക്രീസസ് ആൻഡ് ദാറ്റ് ഈസ് ഹൈയസ്റ്റ് ഫോർ അലൂമിനിയം. ഇപ്പോൾ ബി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, നിങ്ങളൊന്ന് 2-3 പ്രാവശ്യം മിസ് പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. Predict coordination number of the cation and crystals of the following compounds. MgO, radius of cation is 0.65 angstrom unit, radius of anion is 1.40 angstrom unit, magnesium sulfide Rc is 0.65 angstrom unit, Ra is 1.84 angstrom unit. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെയും ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെയും മെഷർമെൻറ്റ് റേഡിയസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റേഡിയസ് ഓഫ് കാറ്റയോൺ ടു റേഡിയസ് ഓഫ് ആനയോൺ നമുക്കൊരു റേഷ്യോ കിട്ടുമല്ലോ. അപ്പോൾ ആ റേഷ്യോ ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ കാറ്റയോൺ ടെട്രാഹീഡ്രൽ വോയിഡിലായിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നത്. ഇനി റേഡിയസ് ഓഫ് കാറ്റയോൺ ടു ആനയോൺ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ റേഡിയസുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമ്മുടെ കാറ്റയോൺ വിച്ച് ഇസ് ദി സ്മോളർ ion will be occupying the octahedral void. Octahedral voidൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6 ആണ്. ടെട്രാഹീഡ്രലിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. അപ്പോൾ അത് മാത്രമേ നമുക്കിപ്പോൾ നോക്കാനായിട്ട് നിവൃത്തിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കേസ് ആദ്യം ചെയ്ത് നോക്കാം. MgOയിൽ Rc/Ra എത്രയാണ്? 0.65 ഡിവൈഡഡ് ബൈ 1.4, ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0.47 കിട്ടിയത്. ഇനി MgSൻ്റെ Rc/Ra 0.65 ഡിവൈഡഡ് ബൈ 1.84 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0.353 ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പം ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ റേഡിയസ് 0.414 ആയിട്ടും ടെട്രാഹീഡ്രലിൻ്റെ 0.225 ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നേരത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കിക്കോളൂ. ഒക്ടാഹീഡ്രൽ വോയിഡ് 0.414, ടെട്രാഹീഡ്രൽ വോയിഡ് 0.225. 414 0.225 എന്ന് പറഞ്ഞതും എക്സാക്റ്റ് അല്ല കേട്ടോ.
അത് റേഡിയസ് റേഷ്യോ ആണ്. ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെയും ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെയും റേഡിയസ് റേഷ്യോ ആണ്. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാം. അപ്പോൾ ഇവിടെ നമുക്ക് MgOയുടെ റേഡിയസ് റേഷ്യോ, കാറ്റയോൺ ടു ആനയോൺ റേഡിയസ് റേഷ്യോ കിട്ടിയത് 0.47 ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ റേഡിയസ് റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യാം ഇല്ലേ. 0.47 0.414 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യു ക്യാൻ അസ്യൂം ദാറ്റ് Mg2+ വിൽ ബി ഓക്യുപ്പൈങ് ദി ഒക്ടാഹീഡ്രൽ വോയിഡ് ഇൻ MgO. അതേസമയം മെഗ്നീഷ്യം സൾഫൈഡിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയ റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത് 0.353 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 0.225 എന്നുള്ളത് റേഡിയസ് റേഷ്യോ ആണ്. അപ്പോൾ എക്സാക്ട് അതിൽ മാത്രമല്ല നിൽക്കുന്നത്. ഇറ്റ് ക്യാൻ ബി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിൻ്റെ വലിപ്പം കൂടിയോ കുറയോ ഒക്കെ ചെയ്യാം. റേഡിയസ് റേഷ്യോ അല്ലേ. അപ്പം ചെറുതായതുകൊണ്ട് കമ്പയർഡ് ടു ദി അതർ വൺ ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് മെഗ്നീഷ്യം സൾഫൈഡിൽ Mg2+ അയോൺസ് ടെട്രാഹീഡ്രൽ വോയിഡിലായിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നതെന്ന് അനുമാനിക്കാം. ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. സോ ദി probable pair will be 6, 4. A will be the answer. In a face-centered cubic lattice, atoms of A form the corner points and atoms of B form the face-centered points. If 2 atoms of A are missing from the corner points, the formula of the ionic compound is. This is face-centered unit cell ആണ്. അതിൽ കോർണേഴ്സിൽ A എന്നുള്ള ആറ്റമാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്, ഫേസ് സെൻറ്റേർഡ് ഓക്യുപ്പൈ ചെയ്യുന്നത് B. നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ഇഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ കോർണറിലും 8 യൂണിറ്റ് സെല്ലാണ് ഒരു പാർട്ടിക്കിൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കോർണറിൽ ശരിക്കും 1/8 പാർട്ടിക്കിളല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് 8 കോർണർ ഇല്ല. കാരണം 2 കോർണറിൽ 2 ആറ്റംസ് മിസ്സിംഗ് ആണെന്ന്, A ആറ്റംസ് 2 കോർണേഴ്സിൽ നിന്ന് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു ഹാവ് ഓൺലി 6 കോർണേഴ്സ് അവൈലബിൾ വിത്ത് ഈച്ച് കോർണർ ഹാവിങ് ഓൺലി 1/8 പാർട്ട് ഓഫ് ദി പാർട്ടിക്കിൾ. അപ്പം A എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. A എത്ര ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്? 6 × 1/8 അല്ലേ. ദറ്റ് മീൻസ് 3/4. ഇനി B എവിടെയാണ്? സെൻറ്റർ ഓഫ് ദി ഫേസസ്. 6 ഫേസസ് ഉണ്ട്. അപ്പോൾ ഓരോ ഫേസിലും ഹാഫ് പാർട്ടിക്കിളേ ഉള്ളൂ അറിയാം അല്ലേ. 2 ഫേസസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ഫിയറിനെ 2 യൂണിറ്റ്സിൽ ഓരോ ഫേസിലും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലി 1/2 ഓഫ് ദി പാർട്ടിക്കിൾ ബിലോങ് ടു 1 പെർട്ടിക്കുലർ യൂണിറ്റ് സെൽ. ഇപ്പോൾ 6 ഫേസസ് അല്ലേ. അപ്പോൾ 6 × 1/3 1/2. 6 × 1/2 is equal to 3. 3 പാർട്ടിക്കിൾസ് B ഉണ്ട്. എയുടെ പാർട്ടിക്കിൾസ് എത്രയുണ്ട്? 3/4. പിന്നെ നമുക്ക് ഇവരുടെ റേഷ്യോ എടുക്കാം. A:B റേഷ്യോ എടുക്കുമ്പോൾ 3/4:3 എന്ന് വരും. അപ്പം 3 ക്യാൻസൽ ആയിപ്പോയി. 1:4 എന്ന് വരും. അതായത് AB4 will be the formula of the compound. So B will be the right option. AB4 is the formula of the compound. റാൻഡം ആയിട്ടുള്ള ഓരോ ടോപ്പിക്സ് ഓരോ ലെസൺസിലും കവർ ചെയ്തെന്നേ ഉള്ളൂ. ഇനിയും നമുക്ക് ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓരോ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. കീപ് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.